എല്ലാവർക്കും വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ റാഷിദ് മുഹമ്മദ്, അതായത് അനേക വർഷങ്ങൾ NRI ആയിരുന്നുകൊണ്ട് തിരിച്ച് കേരളത്തിൽ പോയിട്ട് പലവിധമായ ടെക്നോളജി അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ആസ് ആൻ ഓണ്ടർപ്രണർ, ഒരു ടെക്നോളജിസ്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ പല ഗവൺമെന്റ് സർവീസുകൾക്ക് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യുകയും പല സംഗതികളും ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത് ആ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഒരു വെൻഡിങ് മെഷീനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ആദ്യത്തെ എപ്പിസോഡിൽ പുള്ളി ചെയ്തത്. വീണ്ടും ഇന്ന് വന്നിരിക്കുന്നത് റാഷിദ് മുഹമ്മദ് CCTVയെ കുറിച്ചാണ്. അതായത് ലോകമെമ്പാടും നമുക്ക് പ്രൈവസി ഇല്ല. നമ്മൾ എവിടെ പോയാലും ബാത്റൂം ബെഡ്റൂം ഒഴിച്ച് ഒരു വീട്ടിലാണെങ്കിലും ഒരു കടയിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും സ്പീഡ് ഹൈവേകളിലാണെങ്കിലും സിഗ്നലുകളാണെങ്കിലും ക്യാമറ കണ്ണുകൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൊലപാതകം, ആത്മഹത്യ, എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രതി എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു, ഇതെല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട് പോലീസ് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് CCTV ഫുട്ടേജ്. അങ്ങനെ അത് കോടതിയിൽ, എനിക്കറിയില്ല കോടതിയിൽ എത്രമാത്രം അതൊരു സാക്ഷിയായിട്ട് ഹാജരാക്കാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും നമുക്കിവിടെ ഈ ക്യാമറകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് പലതരത്തിലുള്ള ക്യാമറ ഞാനിവിടെ എൻ്റെ കടയിലേക്കൊക്കെ വേണ്ടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഇല്ലാത്ത ഒരു ബിസിനസ് ഇല്ല, ക്യാമറ ഇല്ലാത്ത ഭവനങ്ങളില്ല. പിന്നെ റിമോട്ടിൽ ഇരുന്നുകൊണ്ട് ഓസ്ട്രേലിയയിലും കാനഡയിലും അമേരിക്കയിലും ഇരിക്കുന്ന മലയാളികൾ തങ്ങളുടെ വീടുകളെ ഡെയിലി വാച്ച് ചെയ്യുന്നത് ക്യാമറ വഴിയാണ്. പല ബിസിനസ്സുകളും ഇന്ന് മുതലാളിമാർ വീട്ടിലിരിക്കുകയാണ്. അവന്റെ റെസ്റ്റോറന്റ് ആവട്ടെ, അവന്റെ ഗ്രോസറി കട ആവട്ടെ, ഇതെല്ലാം വീട്ടിലിരുന്നാണ് വാച്ച് ചെയ്യുന്നത്. അവിടെ എന്ത് നടക്കുന്നു, കിച്ചണിൽ എന്ത് നടക്കുന്നു, അതുപോലെ ക്യാഷിൽ എന്ത് നടക്കുന്നു. അപ്പോൾ എന്തെങ്കിലും മാൾ പ്രാക്ടീസ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഓണർക്ക് വിളിക്കാം, വാട്ട് ഈസ് ഗോയിങ് ഓൺ, എന്താണ്, നീ എപ്പോൾ വന്നു, എന്താണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ജോലിക്കാർക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ കണ്ണുകൾ നമ്മളെ നോക്കുന്നുണ്ട്, ഓണർ കാണുന്നുള്ളത്. ഒരു തരത്തിൽ ഇതൊരു ഗുണങ്ങളുണ്ട്, എന്നാൽ ഇതിന്റെ ദോഷവശം ഞാൻ പറയാം. മിസ്റ്റർ റാഷിദ്, ഞാൻ നിങ്ങളോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അതിന് അടുത്ത എപ്പിസോഡിൽ മറുപടി പറഞ്ഞാലും കുഴപ്പമില്ല. ഞാനിവിടെ കണ്ട ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കടയിൽ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു. ഇവിടെ തണുപ്പ് കാലത്ത്, മഞ്ഞ് പെയ്യുന്ന കാലത്ത് ഈ CCTV ക്യാമറ ഫോഗി ആയിട്ടുള്ളടത്ത് വളരെ വിസിബിലിറ്റി കുറവാണ്. നാട്ടിലെ പ്രശ്നം ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇവർ മിക്കവാറും വരുന്നൊരു ഹുഡി ഇട്ടുകൊണ്ടായിരിക്കും. അപ്പം മുഖം കാണാം. ഇനി മുഖത്തൊരു മാസ്കോ അല്ലെങ്കിൽ മുഖം കൂടെ മറച്ചു കഴിഞ്ഞാൽ ഈ CCTV ക്യാമറ കൊണ്ട് യാതൊരു ഗുണമില്ല. പോലീസിന് കാണിച്ചു കഴിഞ്ഞാൽ ഇതാരാണ്, എന്താണ്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഈ CCTV ക്യാമറയുടെ കണക്ഷനുകൾ കയ്യെത്തുന്നിടത്തോ അല്ലെങ്കിൽ വിസിബിളായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ ഹുഡിയും മുഖംമൂടിയും ധരിച്ചുകൊണ്ട് അവർക്ക് വന്നിട്ട് ഈ CCTV ക്യാമറയുടെ കണക്ഷൻ അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ ക്രിമിനൽ മൈൻഡിൽ ഞാൻ ചോദിക്കുകയാണ്, അതിനെന്താണ് നിങ്ങൾക്കുള്ള പരിഹാരം, എന്താണ് അത്? നിങ്ങൾ അടുത്ത പ്രാവശ്യം പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും. ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ ഒരു ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. നാട്ടിൽ എത്രമാത്രം അതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളുടെ ജീവിതത്തിലെ ബിസിനസ്സിലെ എവിടെയും നമ്മൾക്കൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ആ ബ്ലൈൻഡ് സ്പോട്ട് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന അപകടങ്ങൾ. അപ്പോൾ ഈ എപ്പിസോഡിലേക്ക് മിസ്റ്റർ റാഷിദ് മുഹമ്മദിന് വീണ്ടും സ്വാഗതം. എങ്ങനെയാണ് അവരെ കുടുംബശ്രീ യൂണിറ്റിലെ വളരെ അധികം ഈ പറഞ്ഞ CCTV ക്യാമറകൾ അസംബിൾ ചെയ്യുന്നു, അത് മാർക്കറ്റ് ചെയ്യുന്നു, എത്ര കാശുണ്ടെങ്കിൽ അങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ശ്രീ റാഷിദ് മുഹമ്മദ് സംസാരിക്കുന്നത്. ഓക്കെ, വെൽക്കം മിസ്റ്റർ റാഷിദ് മുഹമ്മദ്. കണ്ടിന്യൂ യുവർ എപ്പിസോഡ്സ് ആൻഡ് വൺസ് അഗെയിൻ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലുള്ള ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ള പാർട്ണർഷിപ്പ് പ്രോഗ്രാം സംഘടിപ്പിക്കാവുന്നതാണ്. നമ്മുടെ അന്ന കുട്ടി അല്ലെങ്കിൽ അന്ന ടോക്സ് ഹാലിഫാക്സ് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഇവർ കുറേ സമ്പാദിച്ചു. വലിയ ലക്ഷങ്ങളല്ല എങ്കിലും ആയിരങ്ങൾ, ഇന്ത്യൻ മണി കണക്കാക്കിയാൽ ആയിരങ്ങൾ, ഡോളർ കണക്കാക്കിയാൽ ചെറിയ ഡോളറുകൾ അവർ സമ്പാദിച്ചു. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഇനി ക്യാമറയുടെ മുന്നിൽ വന്ന് പറയാൻ വിഷമോ അല്ലെങ്കിൽ എന്താ പറയുക ജാള്യതയോ അല്ലെങ്കിൽ അതിനുള്ള കഴിവോ ഇല്ലാത്തവർക്ക് ഓഡിയോ മെസ്സേജുകളായിട്ട്, നല്ല ഉമയപ്പ എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ? പുള്ളീനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എനിക്ക് ആളുടെ മുഖം കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ മെസ്സേജുകളും വീഡിയോകളും ഭയങ്കര വൈറലാണ്. പുള്ളി ആധികാരികമായിട്ട് രാജ്യങ്ങളെക്കുറിച്ച്, എക്കണോമിയെക്കുറിച്ചൊക്കെ സംസാരിക്കും. ഓഡിയോ മെസ്സേജാണ്, ബാക്കിയെല്ലാം പിക്ചറുകളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കഴിയുമെങ്കിൽ അങ്ങനെ അയച്ചു തരാം, നമുക്കിതിൽ ഭാഗവാക്കാക്കാം. വൺസ് അഗൈൻ വീണ്ടും വെൽക്കം ടു മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ്. സ്റ്റേ ട്യൂൺ. നമസ്കാരം. മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിന്റെ പാർട്ണർഷിപ്പ് പ്രോഗ്രാമിന്റെ 2ാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്
ഒരു കുടുംബശ്രീ സംരംഭത്തെയാണ്. ഈ ഒരു കുടുംബശ്രീ സംരംഭം നിർമ്മിക്കുന്നത് CCTV ക്യാമറകളാണ്. CCTV ക്യാമറകൾ അവർ നിർമ്മാണം തുടങ്ങിയിട്ട് ഇപ്പോൾ 9 വർഷമായിട്ട് അവർ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ നിലവിൽ കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലത്തു നിന്ന് കസ്റ്റമേഴ്സ് നേരിട്ട് വന്നിട്ട്, ആദ്യത്തെ തവണയൊക്കെ നേരിട്ട് വന്നിട്ട് കോഴിക്കോട് വന്നിട്ട് വാങ്ങുന്നുണ്ട്. നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പ്രോഡക്റ്റുകൾ വിൽക്കുന്നുണ്ട്, നല്ല സർവീസും കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെയുള്ള ഒരു സംരംഭം നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പം അതിൻ്റെ അസംബ്ലിങ് ട്രെയിനിങ്, അതിൻ്റെ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി കാര്യങ്ങൾ, ബാക്കിയെല്ലാം A to Z നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, അപ്പോൾ എത്ര രൂപയാവും എന്നുള്ളത്. അത് വളരെ ചുരുങ്ങിയ, അതായത് ഒരു 3 ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അസംബ്ലിങ് യൂണിറ്റ് ഇടാവുന്നതാണ്. ഒരു 3 ലക്ഷം രൂപ ഇൻക്ലൂഡിങ് റോ മെറ്റീരിയൽ എല്ലാം അടക്കം, നമുക്ക് അസംബ്ലിങ് ചെയ്യേണ്ട പ്രൊഡക്റ്റുകളെല്ലാം അടക്കം 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാവുന്നതാണ്. ലാർജ് സ്കെയിലായിട്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. കാരണം ഇവർക്ക് തന്നെ ഒരുപാട് എൻക്വയറീസ് സൗദി അറേബ്യയിൽ നിന്നും മറ്റും ഉണ്ടാവാറുണ്ട്. അപ്പം POE സ്വിച്ച്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് സ്വിച്ചിങ്, ഇതിൻ്റെയൊക്കെ OEM ചെയ്തു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ അവർക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ PCB ഫാബ്രിക്കേഷൻ, അതുപോലെ തന്നെ PCB അസംബ്ലി, ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള മെഷീൻസ് അവരുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ലാർജ് സ്കെയിലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്ത്യയിൽ തന്നെ വളരെ കമ്പനികളെ ഇല്ല. ഇപ്പം ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ എല്ലാ കമ്പനികളും ചൈനയിൽ നിന്നുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സാധ്യതയുണ്ട്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. പുതിയ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ, പുതിയ പുതിയ സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇതെല്ലാം നമുക്ക് പുതിയ രീതിയിൽ, നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്കത് ചെയ്തെടുക്കാൻ പറ്റാത്തത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോബ്ലം കൊണ്ട് മാത്രമാണ്. അപ്പം ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവർക്ക് തന്നെയും, അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതുപോലെയുള്ള കമ്പനികൾ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നതും, നിങ്ങൾക്കത് വളരെ ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമുക്ക് വേറൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.